ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇപ്പോൾ സമയം രാവിലെ 6 മണിയായിട്ടാണ്. നമ്മളിപ്പോൾ രാവിലെ കാറിലാണ് കേട്ടോ ഇന്ന് പോകണം. ഇന്നത്തെ റൈഡ് കാറിലാണ്. ഓക്കെ ഫ്ലാഷ് അടിച്ച് അപ്പോൾ രാവിലെ ഗവിയിലോട്ടാണ് പോകണത് കേട്ടോ. അപ്പോൾ ഇപ്പം നല്ല ഇരുട്ടാണ്, അതുകൊണ്ടാണ് വീടിക്കലെ ക്ലാരിറ്റിയും കാര്യമൊന്നും ഇല്ലാത്ത. കുറച്ചും കൂടെ വെളിച്ചമൊക്കെ വന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതിനുമ്പോൾ നമുക്ക് നമ്മളെ കൂടെ ഉള്ള ആൾക്കാരെ കൂടെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ബ്രോ, പേര് പറഞ്ഞു? എൻ്റെ പേര് അനന്തു. ഇത് ബ്രോയുടെ ചേട്ടാണ്. ചേട്ടാ പേര് പറഞ്ഞു? എൻ്റെ പേര് അരവിന്ദ്. പൈസ ഒന്ന് കാണിച്ചു, കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഇവർ രണ്ടും കൂടെ ഉണ്ട് കേട്ടോ. എന്നെ ഒന്നുകൂടെ ഫ്ലാഷ്. അപ്പം എന്തായാലും ഇനി കുറച്ചുകൂടെ വെളിച്ചം വന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ റാന്നി ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ചേരം കിടന്ന് ഉറങ്ങി. ഈ കാറിൽ യാത്ര ഞാൻ പെട്ടെന്ന് ഉറങ്ങി പോകും, അല്ലെങ്കിൽ എനിക്ക് ചില തലവേദനയും കാര്യങ്ങളും കിടക്കും കേട്ടോ. ഇവിടെ ഫുള്ള് കാട്ടിൻ്റെ നടുക്കൂടെ ഒരു റോട്ടിൽ കൂടെയാണ് കേട്ടോ പോകുന്നത്. ജസ്റ്റ് ഉള്ളിലോട്ട് കാണിക്കാം. കിഡ്കാച്ചി റോഡ് കേട്ടോ. മൊത്തമല്ല വളരെ കോർണറൊക്കെ ചെയ്യാൻ പറ്റിയ പക്ക റോഡാണ്. ഈ സമയത്ത് നമ്മളെ ബൈക്കിന് മിസ് ചെയ്യുന്നു തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നു. എനിക്ക് സെറ്റാക്കി പോകാനുള്ള റോഡായിരുന്നു കേട്ടോ. എന്തായാലും കുറച്ചുകൂടെ പോകാനാണ്. ഇനിയിപ്പോൾ അങ്ങ് എത്തിയിട്ട് നമുക്ക് കാണാം. ഇവിടെ ചെക്ക് പോസ്റ്റ് എത്തി കേട്ടോ. ഓപ്പൺ ആക്കുകയാണ്. നമുക്ക് വേണ്ടി ആണെന്ന് അറിയില്ല. കിലോമീറ്റർ വണ്ടി ഡ്രൈവ് ചെയ്ത് അത്യാവശ്യം ഒരു കാണാൻ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് കണ്ട് നിർത്തി കേട്ടോ. ഇവിടെ കുറച്ച് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ കാട്ടിയൊക്കെ വീട്ടിൽ കൊണ്ടുവന്നായിരുന്നു. ഇത്രയും തിരക്കിയായിരുന്നു കേട്ടോ. ഇത്ര നേരം ഒരു കാട്ടിൻ്റെ ഇടയിൽ കൂടെ ഉള്ള യാത്രയായിരുന്നു കേട്ടോ. പിടിച്ചിട്ട് പുലി, കടുവ, ആന എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് ജസ്റ്റ് നടന്നു പോയിട്ട് വരാം കേട്ടോ. അവിടെ എന്തൊക്കെയാണെന്നൊന്നും അറിയാൻ വയ്യ. നല്ലൊരു പ്ലേസ് കേട്ടോ. ഇവിടെ ഒന്നുമില്ല കേട്ടോ. അടിപൊളിയല്ലേ? ഇതിൻ്റെ പാറയ്ക്കുള്ള 3D എഫക്റ്റ് കാണാൻ പറ്റുന്നത്. അങ്ങോട്ട് നടക്കും തോറും പാറയിലെ അടുത്തും ബേക്കിലോട്ടൊക്കെ ആയി പോകില്ലേ, അതെനിക്ക് 3D എഫക്റ്റ്. ഇവിടെ ഫുഡ് എന്തൊക്കെയാണ്? ഫുഡ് കാട്ടിഡ്ലി, കാട്ടുചട്നി. ഇത്രയുണ്ടോ? ഇനി മുമ്പോട്ട് പോയാൽ ചിലപ്പോൾ കഴിക്കാനുള്ള സഹായം കിട്ടിയില്ലെന്ന് തരും കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോഴേ എടുത്ത് കഴിക്കാൻ വിചാരിക്കുന്നത്. ജീവനുണ്ടെങ്കിൽ മാത്രമേ ഈ വീഡിയോ അപ്ലോഡ് ആവുള്ളൂ. സൗണ്ട് മാത്രമേ ഉള്ളൂ, വീഴുന്നില്ല. ചമ്മന്തി നമുക്ക് കുറച്ച് ചൂടുള്ള ചമ്മന്തി ഇവിടെ ഇരിക്കാം. അവിടെ തിട്ട അവിടെ പെയ്യാം. ഇവിടെ കാണാനായിട്ട് കാഴ്ചകളൊന്നുമില്ല കേട്ടാ. ഇതിൻ്റെ അകത്ത് കയറി ഇവന്മാരെ വായിക്കുന്ന ട്രോള് മാത്രം കേൾക്കാനേ ഉള്ളു യോഗ്യത. അതുകൊണ്ട് ഇവിടെ കാണാനായിട്ട് ആട്ടാ ഫുള്ള് കാട്. ഇപ്പൊ വേഗം കാറ് വരുന്നത് അവരെ ഇങ്ങനെ ചെയ്താൽ പ്രാങ്ക് ചെയ്യണ്. അതൊക്കെ തന്നെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ നിർത്തി കാണിക്കാൻ പറ്റിയ പ്രത്യേക തരത്തിലുള്ള കാഴ്ചകളൊന്നുമില്ല. രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചയായപ്പോൾ മഞ്ഞ പോയി വെയിലായി. പിന്നെയും കാര്യങ്ങളൊക്കെ വലിയ വീഡിയോസൊന്നും ഈ ഒരു വ്ളോഗിൽ കാണത്തില്ല കേട്ടോ. പ്രതീക്ഷ പോലെയൊന്നും അല്ല. രണ്ട് സൈഡും വെറും കാട്. എന്താ പറയാനുള്ളത്?
നമ്മുടെ പ്രതീക്ഷ പോലെ ഒന്നും കാണാൻ വേണ്ടി ഒന്നുമില്ല. എന്താണ് പ്രതീക്ഷിച്ച? വല്ല കാട്ടുമൃഗങ്ങളാ ഇറങ്ങുന്ന വരുന്നവര് പറഞ്ഞത്. നമ്മൾ വന്നപ്പോ ഒന്നും കാണാൻ പറ്റിയില്ല. ഞാനും അതൊക്കെയാണ് പ്രതീക്ഷ. ഞാൻ ഗവി എത്തുമ്പോൾ വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ കുറേ നേരം ക്യാമറ വെച്ചോണ്ടിരുന്നു. പക്ഷെ ഗവി കഴിഞ്ഞതുപോലും ഞാൻ അറിഞ്ഞില്ല. ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഫുൾ ഡാർക്കായി പോയി. കുഴപ്പമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ച് ശോകമായിപ്പോയി കേട്ടോ. ഒന്നും നടന്നില്ല. വെറുതെ നമ്മൾ കാറും കൊണ്ട് ഈ കാട്ടിനകത്ത് കൂടെ ചുമ്മാ ചുറ്റി അടിച്ച് നടക്കുന്നതല്ലാതെ പിന്നെ ഒരു സുഖം. ബൈക്കാണെങ്കിൽ കുറച്ചൊരു സുഖമുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് നല്ല റോഡൊക്കെ ആയിരുന്നു, കോർണറൊക്കെ ചെയ്യാൻ പറ്റിയ റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് അത്യാവശ്യം കുറച്ച് കുന്നുമലയിലൊക്കെ കയറി പോകാനും അങ്ങനെ പറ്റിയ. കാലായിട്ട് അതും പറ്റിയില്ല. അത് ജസ്റ്റ് ഈ കാട്ടിൻ്റെ അടുക്കൂടെ ആ റോഡിൽ കൂടെ പോയി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് വരാൻ എന്നല്ലാതെ വേറൊന്നും ഇവിടെ കാണാനായിട്ടൊന്നും ഇല്ല കേട്ടോ. ഗവി എന്ന പേര് കേട്ടപ്പോൾ നമ്മൾ ഇങ്ങനെയൊന്നല്ല വിചാരിച്ചത്. ഗവി നമ്മൾ തിരിച്ച് അടൂരിലേക്ക് പോകാൻ നേരത്തെ ഇവിടെ കുറച്ച് പൈമരങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇറങ്ങി മുകളിലോട്ട് കുറേ സ്പോട്ട് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് നടക്കാൻ വിചാരിച്ച്. അതിനിപ്പോൾ ഇവിടെ കുറച്ച് ഗുണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തിന്നാന്ന് വിചാരിച്ച് ഈ ചായക്കടയല്ലേ. അപ്പം അതും കൂടെ തിന്നിട്ട് മുകളിലോട്ട് നടക്കാൻ വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഗുണ്ട് വാങ്ങി 2 ഗുണ്ട്. ഓക്കെ, അപ്പോൾ അതാ ഗുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഗുണ്ടും തിന്ന് എന്നിട്ട് ചായ കുടിച്ചുകൊണ്ട് നടക്കാൻ കേട്ടോ. ചായ ആണെങ്കിൽ അങ്ങനെ വായിക്കുന്നില്ല കേട്ടോ. സാധാരണ അല്ലെങ്കിൽ അവിടെ വെച്ചാൽ കുടിച്ച് തീർക്കുകയാണ്. അപ്പോൾ കടക്കാനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് ഇങ്ങോട്ട് നടക്കണത്. ഇവിടെ എവിടെയെങ്കിലും കടയാൻ വിചാരിച്ച്. ഒടുക്കത്ത കടുപ്പവും ഒടുക്കത്ത കയ്പും ആയിപ്പോയി. ചായ കുടിക്കുന്നില്ല. ഇത് കുട്ടിക്കാനം പൈൻ ഫോറസ്റ്റ് അല്ലേ? അതാണ് കുട്ടിക്കാനം പൈൻ ഫോറസ്റ്റ്. വാഗമൺ പൈൻ ഫോറസ്റ്റ് പോലെ തോന്നിക്കുന്ന വേറൊരു സംഭവം കുട്ടിക്കാനം പൈൻ ഫോറസ്റ്റ്. അതാണ് ഈ മരങ്ങൾ കേട്ടോ. സെറ്റ് വ്യൂ. നമുക്ക് കുറച്ച് തേരിയാണ് കേട്ടോ. അപ്പോൾ അകത്തോട്ട് ഈ തേര് ഫുള്ള് നടന്ന് കയറാനുണ്ട്. അങ്ങോട്ട് പോവാം. ഓക്കെ, അങ്ങോട്ടൊന്നും പോണ്ട, എല്ലായിടത്തും ഇത് തന്നെ. വേട്ടവള ഉണ്ടായിരുന്നേ വാ വീട്ടിൽ പോകുന്നു. കുറച്ച് തേരിയുണ്ട് കേട്ടോ അടക്ക. അപ്പം അതുകൊണ്ടാണ് മടുപ്പ് സംഭവം. ജസ്റ്റ് ഒന്ന് ഓടിക്കറിയിട്ട് വരാം. അയ്യോ സംഭവം കാറിലെ യാത്ര പാടാണ് കേട്ടോ. ഈ കാറുണ്ടല്ല, എനിക്ക് കാറിലെ യാത്ര അങ്ങനെ ഞാൻ കാറിൽ യാത്ര ചെയ്യാറില്ല. ഓട്ടിക്കുമ്പോൾ കുഴപ്പമില്ല. അല്ല ബൈക്കിൽ ഇരുന്ന സൈഡിൽ നിന്ന് പോകുന്നിടത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഭയങ്കര ഞാൻ കിടന്ന് കുറേക്കളയും. എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം അതുകൊണ്ടാണ് അങ്ങോട്ടുള്ള വ്യൂ ഒന്നും വലുതായിട്ട് കാണിക്കാൻ പറ്റാത്തത്. അയ്യോ തളർന്നു ചെളി. ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു സ്പോട്ടാണ് കേട്ടോ. പൈൻമരം കാണാൻ കഷ്ടപ്പെട്ട് വാഗമൺ വരെ ഒന്നും പോകണ്ട, ഇവിടം വരെ വന്നായി. ഇതേ സ്ഥലം കുട്ടിക്കാനം. 20 കിലോമീറ്റർ വാഗമൺ. കളിയാക്കല്ലേ? 20 25 കിലോമീറ്റർ അങ്ങനെ എന്തോ. അതൊരു വാഗമൺ വേറെ. ഇനി പോട്ടെ, നമ്മൾ ഇടുക്കി കവർ ചെയ്തല്ലോ. ഇനി പോട്ടെ. ഇനി അതിൻ്റെ നമുക്ക് ഇവിടെ അടൂര് തന്നെ പോവാം. ഇവരെ വീട്ടിൽ തന്നെ ഇനി പോവാം. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നേരം കറങ്ങി, കുറച്ച് നേരമൊന്നുമില്ല, നിന്ന് കുറച്ച് നേരം മാത്രമേ കറങ്ങിയുള്ളൂ കേട്ടോ. ഒരുപാട് നേരമൊന്നും നിന്നില്ല. ഇന്നിപ്പോൾ തിരിച്ചിറങ്ങിയാണ്. എന്നുവെച്ചാൽ ഇവിടെ നിന്ന് പോയാൽ എങ്ങോട്ട് തിരിഞ്ഞാലും മരങ്ങൾ തന്നെ കേട്ടോ. അപ്പം ഒരേ വ്യൂ തന്നെ. നമ്മളിന്ന് മൂടുന്നത് ശരിയല്ല കേട്ടോ. എൻ്റെ മൂഡ് ശരിയല്ല. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ആർത്തുല്ലസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇതിപ്പോൾ പെട്ടെന്ന് ഇറങ്ങി തിരിച്ച് അടൂരിലോട്ട് പോവുകയാണ്. പോകുമ്പോൾ ഏതെങ്കിലും ഷാപ്പിൽ കയറി ഫുഡ് കഴിക്കണമെന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് എവിടെയെങ്കിലും ഷാപ്പ് ഉണ്ടാകാൻ തിരക്കണം. അതിനുശേഷം നേരെ അടൂരിലോട്ട് പോവുകയാണ്. ഇങ്ങനെ ഇറങ്ങാൻ കൂടല്ലോ ഇവിടെ നിന്ന് അങ്ങോട്ട്. മുബാറക്ക് ഇളവിരിക്കാനാട്ടോ. ആദ്യം വണ്ടി കയറുന്നവർക്ക് സമായം.
അവിടെ നിന്ന് വന്നപ്പോൾ നമ്മൾ ഈ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം കണ്ടു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ നമ്മളെല്ലാം ഉടുമ്പിക്കര ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിയായിരുന്നു. പക്ഷെ അന്ന് ആ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ നല്ല വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. മുകളിൽ നിന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ പവറുകൊണ്ട് ആ ഒരു തൂളിയൊക്കെ അടിച്ച് നമ്മൾ മുഖത്ത് അടിച്ചു വരുന്നു കേട്ടോ. ഇന്ന് വെള്ളം കുറവാണ് കേട്ടോ, വളരെ കുറവാണ്. അപ്പോൾ അവിടെ ചേർത്ത് കൂടെ കടലാണ് കേട്ടോ. അപ്പോൾ കടലിൽ ഈ കുറേ എന്താണ് ഈ സംഭവം അതിനകത്ത് വെള്ളം ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ആ സെയിം വെള്ളം തന്നെ നമ്മുടെ ദുൽഖർ സൽമാനൊക്കെ കുടിച്ച വെള്ളം. അപ്പോൾ ദുൽഖറാണൊക്കെ അഭിനയിച്ചാണ് കേട്ടോ. മിനറൽ വാട്ടറിനെക്കാളും നല്ല ശുദ്ധമായ വെള്ളം എന്നാണ് പറയണത്. ആണ്, നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിന്. ഇപ്പോൾ ഞാൻ മോഹം കഴിക്കോട്ടെ.